ഹായ് ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു നല്ല അടിപൊളിയൊരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലുള്ള ദ ജോളിവുഡ് ദ സ്റ്റുഡിയോസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇടയ്ക്കൊരു ലോങ് വീഡിയോസും കൂടി ആവാം, അല്ലെങ്കിൽ എല്ലാ കാര്യം നമുക്ക് ഷോർട്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ചില കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കണമെന്ന്. അതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞങ്ങൾ വീക്കെൻഡിൽ പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് എത്തിയപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റിൻ്റെ കൗണ്ടറിലൊക്കെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഏകദേശം 1400 രൂപയാണ് കേട്ടോ അഡൽട്ട്സിന് അവർക്ക് എൻട്രി ടിക്കറ്റിന് വരുന്നത്. കിഡ്സിന് ഏകദേശം 1000-ൻ്റെ അടുത്തും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ സീനിയർ സിറ്റിസണിന് 800+ എങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണ്. വീക്ക് ഡേയ്സ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുറവുണ്ടാവും. നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ഏകദേശം 54 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ. ബിഡാഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ജോളിവുഡ് ഉള്ളത്. അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്ന അവിടുന്ന് മുതലുള്ള 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രൈബൽ മ്യൂസിയം എന്ന് പറയാം. അവർ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് ആളുകളൊക്കെ സ്റ്റാച്യു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന്. ഫ്രം എൻട്രൻസ് മുതൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആ ഒരു ഫീല് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ആ ട്രൈബൽസിൻ്റെ. പിന്നെ ഈ സ്റ്റാച്യൂക്ക് വെറുതെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾക്ക് ഒറിജിനൽ ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായാലാണ് ഇനിയുള്ള നമ്മൾ വളർന്നു വരുന്ന തലമുറക്കൊക്കെ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഒത്തിരി വായിച്ചാലും നേരിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണല്ലോ. അത് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു നോക്കുക. പിന്നെ ഒത്തിരി ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഉള്ള വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കാം. ഒരു 4 years ആയിട്ട് ഇപ്പോൾ ഹോം ബേക്കിംഗ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള കേക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അങ്ങനത്തേനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നമ്മളെ ചാനലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനൊന്നും മറക്കരുത്. ചെറിയ ചെറിയ പാർട്ടായിട്ട് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യട്ടെ ഇൻഷാല്ലാ. അപ്പോൾ ഒത്തിരി ഇവിടെ കാണാണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോവും. അപ്പോൾ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്ത് നോക്കാം. ഓരോ സ്ഥലവും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ. നമുക്കൊരു 1 day ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ 1 day ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് എൻട്രൻസ് ഫീ എനിക്ക് കൂടുതലായിട്ട് തോന്നി കേട്ടോ. വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്താണ്, എന്നാൽ അല്ലെന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു അഭിപ്രായത്തിലാണ് കേട്ടോ ഞാൻ. എന്നാലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയൊക്കെ പോകുന്ന ആളുകൾക്ക് അതും കൂടി കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഉള്ളൊരു സെക്ഷന്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അതിൻ്റെ റൂഫ് കണ്ട സമയത്ത്. അപ്പോൾ ട്രൈബൽസിൻ്റെ ഈ ഒരു ഏരിയ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല വീഡിയോസിൻ്റെ ചാനലിൽ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം സിനോസ് ഫോക്സ്.